നമസ്കാരം. ഇന്ന് നമ്മൾ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് പോകാം. ചുവടെ നൽകിയിട്ടുള്ള സംഭവങ്ങളെ കാലഗണന ക്രമത്തിലാക്കുക. ഗുരുവായൂർ സത്യാഗ്രഹം, ഈരവ മെമ്മോറിയൽ, പാലി സത്യാഗ്രഹം, വൈക്കം സത്യാഗ്രഹം. അപ്പോൾ ഗുരുവായൂർ സത്യാഗ്രഹം 1931 പാലിയം സത്യാഗ്രഹം 1947 ഈരവ മെമ്മോറിയൽ 1896 വൈക്കം സത്യാഗ്രഹം 1924 അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. ഇവിടുത്തെ ആൻസർ. ഇനി നമുക്കതിൻ്റെ എക്സ്പ്ലനേഷനിലോട്ട് പോവാം. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് ഈഴവ മെമ്മോറിയൽ നടന്നത്? ഈഴവ മെമ്മോറിയൽ എവിടെയാണ് നടന്നത്? ഈഴവ മെമ്മോറിയൽ നടന്നത് തിരുവിതാംകൂറിലെ ഈഴവ സമുദായത്തിന് നേരെയുള്ള സാമൂഹികവും ഔദ്യോഗികവുമായ അവഗണനകൾക്കെതിരെ നടന്ന ചരിത്രപ്രധാനമായ ഒരു നീക്കമാണ് ഈഴവ മെമ്മോറിയൽ. അപ്പോൾ ഈഴവ മെമ്മോറിയൽ നടന്നത് തിരുവിതാംകൂറിലാണ്. അപ്പോൾ ഈഴവ മെമ്മോറിയലിന് നേതൃത്വം നൽകിയത് ഡോക്ടർ പൽപ്പുവാണ്. ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ച വർഷം 1896 സെപ്റ്റംബർ 3 അപ്പം തിരുവിതാംകൂറിലാണ് ഈഴവ മെമ്മോറിയൽ നടന്നത്. ഡോക്ടർ പൽപ്പുവാണ് നേതൃത്വം നൽകിയത്. 1896 സെപ്റ്റംബർ 3 ഈ നിവേദനം ശ്രീമൂലം തിരുനാളിന് സമർപ്പിച്ചത്. അന്നത്തെ തിരുവിതാംകൂർ മഹാരാജാവായിരുന്നു ശ്രീമൂലം തിരുനാൾ. 13,176 അംഗങ്ങൾ ഒപ്പിട്ട ഒരു ബഹുജന നിവേദനമായിരുന്നു ഈ ഈഴവ മെമ്മോറിയൽ. അപ്പം ഈഴവ മെമ്മോറിയലിനെ പറ്റി ഒന്നുകൂടെ പറയാം. തിരുവിതാംകൂറിലാണ് ആരംഭിച്ചത്. ഡോക്ടർ പൽപ്പുവാണ് നേതൃത്വം നൽകിയത്. 1896 സെപ്റ്റംബർ 3 ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ചത്. ആർക്കാണ് സമർപ്പിച്ചത്? ശ്രീമൂലം തിരുനാളിനാണ് സമർപ്പിച്ചത്. എത്ര പേര് ഒപ്പിട്ടു? 13,176. എന്തൊക്കെയായിരുന്നു ഈ ഈഴവ മെമ്മോറിയലിൽ അവരുടെ ആവശ്യങ്ങൾ എന്തൊക്കെയായിരുന്നു? പ്രധാന ആവശ്യങ്ങളാണ്: ഈഴവ സമുദായത്തിലെ വിദ്യാസമ്പന്നരായ ആളുകൾക്ക് സർക്കാർ ജോലികളിൽ പ്രവേശനം. അപ്പോൾ സർക്കാർ ജോലികളിൽ പ്രവേശനം, ഈഴവ സമുദായത്തിലെ വിദ്യാസമ്പന്നരായ ആളുകൾക്ക് സർക്കാർ ജോലിയിൽ പ്രവേശനം നൽകുക, അതൊരു പോയിന്റ്. അപ്പോൾ ഈഴവ സമുദായത്തിലെ വിദ്യാസമ്പന്നരായ ആളുകൾക്ക് സർക്കാർ ജോലിയിൽ പ്രവേശനം നൽകുക, അതൊരു ആവശ്യമായിരുന്നു അവരുടെ. രണ്ടാമത്, സർക്കാർ വിദ്യാലയങ്ങളിൽ ഈഴവ കുട്ടികൾക്ക് പ്രവേശനം ഉറപ്പാക്കുക. സമുദായത്തിന് നേരെ നിലനിന്നിരുന്ന വിവേചനം അവസാനിപ്പിക്കുക. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഈഴവ മെമ്മോറിയലിലുള്ളത്. എന്നുകൂടെ പറയാം. ഈഴവ സമുദായത്തിലെ വിദ്യാസമ്പന്നരായ ആളുകൾക്ക് സർക്കാർ ജോലികളിൽ പ്രവേശനം. സർക്കാർ വിദ്യാലയങ്ങളിൽ ഈഴവ കുട്ടികൾക്ക് പ്രവേശനം നൽകുക. അപ്പോൾ സർക്കാർ ജോലികളിലും ഈഴവ കുട്ടികൾക്ക് വിദ്യാലയങ്ങളിലും പ്രവേശനം ഉറപ്പാക്കുക. സമുദായത്തിന് നേരെ നിലനിന്നിരുന്ന വിവേചനം അവസാനിപ്പിക്കുക. ഇവർക്ക് നേരെ നിലനിന്നിരുന്ന വിവേചനം അവസാനിപ്പിക്കുക. ഈഴവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു നിവേദനമായിരുന്നത്. അപ്പോൾ ഒന്നുകൂടെ പറയാം. തിരുവിതാംകൂറിൽ ആരംഭിച്ചതാണ് ഈ ഈഴവ മെമ്മോറിയൽ. ഡോക്ടർ പൽപ്പുവാണ് നേതൃത്വം നൽകിയത്. 1896 സെപ്റ്റംബർ 3 ഇത് ശ്രീമൂലം തിരുനാൾ, അന്നത്തെ തിരുവിതാംകൂർ മഹാരാജാവായ ശ്രീമൂലം തിരുനാളിൽ സമർപ്പിച്ചത്. 13,176 പേരാണ് ഒപ്പിട്ടത്. ഈഴവ സമുദായത്തിലെ വിദ്യാസമ്പന്നരായ ആളുകൾക്ക് സർക്കാർ ജോലിയിൽ പ്രവേശനം നൽകുക, സർക്കാർ വിദ്യാലയങ്ങളിൽ ഈഴവ കുട്ടികൾക്ക് പ്രവേശനം ഉറപ്പാക്കുക, സമുദായത്തിന് നേരെ നിലനിന്നിരുന്ന വിവേചനം അവസാനിപ്പിക്കുക. ഇത്രയുമായിരുന്നു ഈഴവ മെമ്മോറിയലിൻ്റെ ആവശ്യങ്ങൾ. അപ്പോൾ ഇത് 2 തവണ ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ചിട്ടുണ്ട്. കാരണം ഈ മെമ്മോറിയൽ, ഈ കൊടുത്ത ആവശ്യങ്ങളൊക്കെ ആദ്യത്തെ ഈ മെമ്മോറിയൽ നിരസിക്കപ്പെട്ടു. കാരണം ഇത് പരാജയപ്പെട്ടു. അപ്പം ആദ്യത്തെ ഈഴവ മെമ്മോറിയൽ പരാജയമായിരുന്നു. അതുകൊണ്ട് തന്നെ രണ്ടാമത് ഒരു നിവേദനം ഇവർക്ക് സമർപ്പിക്കേണ്ടി വന്നു. അതും ഈ പൽപ്പുവിൻ്റെ നേതൃത്വത്തിലായിരുന്നു. അത് 1900-ലാണ്. 1806 ആദ്യത്തെ ഈഴവ മെമ്മോറിയൽ, രണ്ടാമത്തെ ഈഴവ മെമ്മോറിയൽ 1900. രണ്ടിൻ്റെ നേതൃത്വം ഡോക്ടർ പൽപ്പുവിൻ്റെ നേതൃത്വത്തിലായിരുന്നു. അപ്പോൾ ആദ്യത്തെ ഈഴവ മെമ്മോറിയൽ ഒരു പരാജയമായിരുന്നു. ഇനി രണ്ടാമത്തെ ഈഴവ മെമ്മോറിയൽ 1900. രണ്ടാമത്തെ ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടത് അന്നത്തെ വൈസ്രോയി ആയിരുന്ന കഴ്സൺ പ്രഭുവിനായിരുന്നു. അപ്പോൾ കഴ്സൺ പ്രഭുവിനായിരുന്നു രണ്ടാമത്തെ ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈഴവ മെമ്മോറിയലുമായിട്ട്
പറയാനുള്ളത്. അപ്പോൾ തിരുവിതാംകൂറിലാണ് ഈരവ മെമ്മോറിയൽ നടന്നത്. ഡോക്ടർ പൽപ്പുവാണ് നേതൃത്വം നൽകിയത്. ആദ്യത്തെ ഈരവ മെമ്മോറിയൽ 1896 സെപ്റ്റംബർ 3. ആ ഡേറ്റ് പഠിക്കണം. സെപ്റ്റംബർ 3 ശ്രീമൂലം തിരുനാളിനാണ് ആദ്യത്തെ ഈരവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടത്. അത് പക്ഷേ പരാജയമായിരുന്നു. 13,176 പേരായിരുന്നു ഒപ്പിട്ടത്. രണ്ടാമത്തെ ഈരവ മെമ്മോറിയൽ 1900 നടന്നത്. അത് ആർക്ക് സമർപ്പിച്ചു? കഴ്സൺ പ്രഭുവിന് സമർപ്പിച്ചു. SNDP യോഗത്തിന് ഈ എന്തെങ്കിലും പങ്കുണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ SNDP യോഗത്തിനല്ല, SNDPയുടെ രൂപീകരണത്തിന് ഈ ഈരവ മെമ്മോറിയൽ പങ്കുണ്ടോയെന്ന് ചോദിച്ചാൽ പങ്കുണ്ട്. അപ്പോൾ SNDP രൂപീകരണത്തിന് വലിയ സ്വാധീനം ഈ ഈരവ മെമ്മോറിയൽ ചെലുത്തിയിട്ടുണ്ട്. അപ്പോൾ SNDP യോഗത്തിൻ്റെ രൂപീകരണത്തിന് വലിയ സ്വാധീനം ഈരവ മെമ്മോറിയൽ ചെലുത്തിയിട്ടുണ്ട്. അടുത്ത സമരമാണ് പാലിയം സത്യാഗ്രഹം. പാലിയം സത്യാഗ്രഹം നടന്നത് 1947 48 വരെ നീണ്ടു നിന്നു. അപ്പോൾ പാലിയം സത്യാഗ്രഹം നടന്നത് എവിടെയാണ്? എറണാകുളം, അന്നത്തെ കൊച്ചി രാജ്യത്തായിരുന്നു നടന്നത്. കൊച്ചി രാജ്യം. അപ്പം ഇന്നത്തെ എറണാകുളം ചേന്ദമംഗലത്താണ് നടന്നത്. അപ്പോൾ എറണാകുളത്താണ് നടന്നത് പാലിയം സത്യാഗ്രഹം. എറണാകുളത്തെ ചേന്ദമംഗലം, അന്നത്തെ കൊച്ചി രാജ്യം. 1947 പാലിയം സത്യാഗ്രഹം നടന്നത്. അപ്പോൾ 1947 ഇത് ആരംഭിച്ചത്. 47 ഡിസംബർ 4 ആരംഭിച്ചത്. 47 ഡിസംബർ 4. അപ്പോൾ സത്യാഗ്രഹം 1947 ആരംഭിച്ചു. കൊച്ചി രാജാവിൻ്റെ എന്തിനു വേണ്ടിയിട്ടാണ് ഇത് ഈ പാലിയം സത്യാഗ്രഹം ആരംഭിച്ചതെന്ന് ചോദിച്ചാൽ, കൊച്ചി രാജാവിൻ്റെ പ്രധാനമന്ത്രിയായിരുന്ന പാലിയത്തച്ഛന്മാരുടെ കുടുംബ വീടിന് മുന്നിലുള്ള റോഡിലൂടെയുള്ള എല്ലാ ജാതിക്കാർക്കും സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം. അപ്പോൾ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി നടന്നതാണ്. സ്വാതന്ത്ര്യ അനന്തരമാണ് ഇത് നടന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച ശേഷം കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത സത്യാഗ്രഹമായി ഇത് കണക്കാക്കുന്നു. അപ്പം സ്വാതന്ത്ര്യത്തിന് ശേഷം കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത സത്യാഗ്രഹം ഇത് പാലിയം സത്യാഗ്രഹം 1947 ഡിസംബർ 4 ആരംഭിച്ചു. 1948 വരെ ഉണ്ടായിരുന്നു. എവിടെ നടന്നു എന്ന് ചോദിച്ചാൽ എറണാകുളം ചേന്ദമംഗലത്താണ് നടന്നത്. കൊച്ചി രാജ്യം, അന്നത്തെ കൊച്ചി രാജ്യം എന്തിനു വേണ്ടിയിട്ടാണ്? സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടാണ് ഇത് നടന്നത്. കൊച്ചി രാജാവിൻ്റെ പ്രധാനമന്ത്രിയായിരുന്ന പാലിയത്തച്ഛന്മാരുടെ കുടുംബ വീട്. അപ്പോൾ കൊച്ചി രാജാവിൻ്റെ പ്രധാനമന്ത്രിമാരെ, ആ കുടുംബത്തെ അറിയപ്പെടുന്ന പാലിയത്തച്ഛന്മാർ. അപ്പോൾ കൊച്ചി രാജാവിൻ്റെ പ്രധാനമന്ത്രിയായിരുന്ന പാലിയത്തച്ഛന്മാരുടെ കുടുംബ വീടിന് മുന്നിലുള്ള റോഡിലൂടെ എല്ലാ ജാതിക്കാർക്കും സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം നേടുകയാണ് പ്രധാന ലക്ഷ്യം. അപ്പം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം കേരളത്തിൽ നടന്ന ആദ്യ സംഘടിത സത്യാഗ്രഹമാണ് ഇത്. അപ്പം ഈ സമരത്തിന് പാലിയം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് സി അച്യുതമേനോനും E.K. നായനാർ തുടങ്ങിയ പ്രമുഖ നേതാക്കളാണ്. അപ്പം സി അച്യുതമേനോൻ, E.K. നായനാർ എന്നിവർ പ്രമുഖർ നേതാക്കളായിട്ടുണ്ട്. പാലിയം സത്യാഗ്രഹത്തെ തുടർന്ന് രക്തസാക്ഷിയായ വ്യക്തിയാണ് A.G. വേലായുധൻ. അപ്പം പാലിയ സത്യാഗ്രഹത്തിൽ രക്തസാക്ഷിയായ നേതാവാണ് A.G. വേലായുധൻ. 1948 A.G. വേലായുധൻ രക്തസാക്ഷിയായത്. അപ്പോൾ A.G. വേലായുധൻ രക്തസാക്ഷി. അപ്പോൾ പാലിയ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ പ്രധാന നേതാക്കൾ സി അച്യുതമേനോൻ, E.K. നായനാർ. A.G. വേലായുധൻ രക്തസാക്ഷിയായ നേതാവ്. അടുത്തൊരു വ്യക്തിയാണ് ആര്യപ്പള്ളവും നേതൃത്വം നൽകിയിരുന്നു. ആര്യപ്പള്ളം ഈ പ്രമുഖ നേതാവാണ്. A.G. വേലായുധൻ രക്തസാക്ഷിയായ നേതാവാണ്. സി അച്യുതമേനോൻ, E.K. നായനാർ എന്നീ വ്യക്തികളുണ്ട്. അപ്പോൾ സി അച്യുതമേനോൻ, E.K. നായനാർ, A.G. വേലായുധൻ, ആര്യപ്പള്ളം. നമ്പൂതിരി സ്ത്രീകൾ സജീവമായി സമരത്തിൽ പങ്കാളികളായിരുന്നു. 100 ദിവസം നീണ്ടു നിന്ന ഈ സമരത്തെ തുടർന്ന്, അപ്പം ഇത്ര ദിവസം നീണ്ടു നിന്നു ഈ സമരം? 100 ദിവസത്തോളം നീണ്ടു നിന്നു. ഇതേ തുടർന്ന് 1948 പാലിയം റോഡ് എല്ലാ വിഭാഗം ജനങ്ങൾക്കുമായി തുറന്നു കൊടുത്തു. അങ്ങനെ ഈ സമരങ്ങൾക്കെല്ലാം ശേഷം 48 പാലിയം റോഡ് എല്ലാ വിഭാഗം ജനങ്ങൾക്കുമായി തുറന്നു കൊടുത്തു. ഇതേ തുടർന്ന് കൊച്ചിയിൽ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിക്കാൻ രാജാവ് നിർബന്ധിതനായി. അപ്പോൾ ഇതേ തുടർന്നാണ്, പാലിയ സത്യാഗ്രഹത്തെ തുടർന്നാണ് കൊച്ചിയിൽ
ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിക്കാൻ രാജാവ് നിർബന്ധിതനായത്? കൊച്ചിയിൽ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിക്കാൻ കാരണമായ സമരം ഏതാണ്? പാലിയം സത്യാഗ്രഹം. അപ്പോൾ കൊച്ചിയിൽ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിക്കാൻ രാജാവ് നിർബന്ധിതനായി. അപ്പം പാലിയ സത്യാഗ്രഹം 1947-48 നടന്നു. എറണാകുളം ജില്ലയിലെ ചേന്ദമംഗലത്ത് നടന്നു. കൊച്ചി, അന്നത്തെ കൊച്ചി രാജ്യത്ത്. അപ്പം സി അച്യുതമേനോൻ, EK നായനാർ, AG വേലായുധൻ, ആര്യപ്പള്ള. പ്രമുഖ നേതാക്കളാണ് സി അച്യുതമേനോൻ, EK നായനാർ, AG വേലായുധൻ, ആര്യപ്പള്ള. നമ്പൂതിരി സ്ത്രീകളുടെ സജീവ സാന്നിധ്യം ഉണ്ടായിരുന്നു. ഈ പാലിയ സത്യാഗ്രഹത്തെ തുടർന്നാണ് കൊച്ചിയിൽ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിക്കാൻ രാജാവ് നിർബന്ധിതനായത്. ഇത് എന്തിനു വേണ്ടിയുള്ള സമരമാണെന്ന് ചോദിച്ചാൽ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള സമരമാണ്. കൊച്ചി രാജാവിൻ്റെ പ്രധാനമന്ത്രിയായിരുന്ന പാലിയത്തച്ഛന്മാരുടെ കുടുംബ വീടിന് മുന്നിലുള്ള റോഡിലൂടെ എല്ലാ ജാതിക്കാർക്കും സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം നേടുകയാണ് പ്രധാന ലക്ഷ്യം. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച ശേഷം കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത സത്യാഗ്രഹമാണ്. നേതൃത്വം നൽകിയവരെ മറക്കരുത്: സി അച്യുതമേനോൻ, EK നായനാർ, AG വേലായുധൻ, ആര്യപ്പള്ള. AG വേലായുധനാണ് രക്തസാക്ഷിയായ നേതാവ്. നമ്പൂതിരി സ്ത്രീകളുടെ സജീവ സാന്നിധ്യം ഉണ്ട്. അടുത്തതായി ഗുരുവായൂർ സത്യാഗ്രഹം. ഗുരുവായൂർ സത്യാഗ്രഹം നടന്നത് 1931-32 കാലത്താണ്. 1931-32 കാലത്താണ്. ഗുരുവായൂർ ക്ഷേത്രത്തിലെ താഴ്ന്ന ജാതിയിലുള്ളവർക്കും പ്രവേശനം അനുവദിക്കുക എന്നതായിരുന്നു സമരത്തിൻ്റെ പ്രധാന ലക്ഷ്യം. അപ്പം താഴ്ന്ന ജാതിക്കാർക്ക് വേണ്ടി അമ്പലത്തിൽ പ്രവേശനം അനുവദിക്കുക എന്നതാണ് സമരത്തിൻ്റെ പ്രധാന ലക്ഷ്യം. ആരംഭിച്ചത് KPCCയുടെ ആഭിമുഖ്യത്തിലാണ് ആരംഭം. കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ആരംഭിച്ചത്. 1931-32 വരെ കാലത്താണ് ഈ ഗുരുവായൂർ സത്യാഗ്രഹം നടന്നത്. KPCC എന്ന സംഘടനയാണ് ഈ ഗുരുവായൂർ സത്യാഗ്രഹത്തിന് തുടക്കം കുറിച്ചത്. KPCC, കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി, കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് ആരംഭം. KPCC, കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി. 1931 നവംബർ 1-നാണ് സത്യാഗ്രഹം ആരംഭിച്ചത്. 1931 നവംബർ 1-നാണ് സത്യാഗ്രഹം ആരംഭിച്ചത്. 1931 നവംബർ 1. പ്രധാന നേതാക്കളാണ് K കേളപ്പൻ, AKG, P കൃഷ്ണപിള്ള, മന്നത്ത് പത്മനാഭൻ, സുബ്രഹ്മണ്യൻ തിരുമുമ്പ്. അപ്പോൾ പ്രധാന നേതാക്കളാണ് ഇവർ. K കേളപ്പൻ സമരത്തിൻ്റെ മുഖ്യ സംഘാടകൻ ആരാന്ന് ചോദിച്ചാൽ K കേളപ്പൻ. സമരത്തിൻ്റെ മുഖ്യ സംഘാടകനാണ് K കേളപ്പൻ. കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് K കേളപ്പനെയാണ്. കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന K കേളപ്പനാണ് മുഖ്യ സംഘാടകൻ. അപ്പോൾ K കേളപ്പനാണ് പ്രമുഖ നേതാവ്. അടുത്ത ഒരു വ്യക്തിയാണ് AKG, AK ഗോപാലൻ. സത്യാഗ്രഹ കമ്മിറ്റിയുടെ വോളണ്ടിയർ ക്യാപ്റ്റനാണ് AKG. വോളണ്ടിയർ ക്യാപ്റ്റൻ AKG. വോളണ്ടിയർ ക്യാപ്റ്റനാണ് AKG. അപ്പം പ്രമുഖ നേതാവ് K കേളപ്പൻ, വോളണ്ടിയർ ക്യാപ്റ്റനാണ് AKG. വോളണ്ടിയർ ക്യാപ്റ്റനാണ് AKG. P കൃഷ്ണപിള്ള ക്ഷേത്രമണി അടിച്ച് മർദ്ദനമേറ്റ പ്രമുഖ നേതാവ്. അപ്പം ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ ക്ഷേത്രമണി അടിച്ച അബ്രാഹ്മണനാണ് P കൃഷ്ണപിള്ള. അപ്പം ക്ഷേത്രത്തിലെ മണി അടിച്ച അബ്രാഹ്മണനാണ് P കൃഷ്ണപിള്ള. അതിന് ഒരുപാട് മർദ്ദനം അദ്ദേഹം നേരിടേണ്ടി വന്നു. അപ്പോൾ P കൃഷ്ണപിള്ള. അപ്പോൾ K കേളപ്പൻ. വോളണ്ടിയർ ക്യാപ്റ്റൻ ആരാന്ന് ചോദിച്ചാൽ AKG. പിന്നെ P കൃഷ്ണപിള്ള. ക്ഷേത്രത്തിലെ മണി അടിച്ച അബ്രാഹ്മണൻ ആരാന്ന് ചോദിച്ചാൽ P കൃഷ്ണപിള്ള. അടുത്തത് മന്നത്ത് പത്മനാഭൻ. സമരത്തിൻ്റെ മറ്റൊരു പ്രധാന അമരക്കാരനായിരുന്നു. ഗുരുവായൂർ ക്ഷേത്രം ഗുരുവായൂരിലെ ക്ഷേത്രത്തിലെ താഴ്ന്ന ജാതിയിലുള്ളവർക്ക് പ്രവേശനം അനുവദിക്കുക എന്നതായിരുന്നു സമരത്തിൻ്റെ പ്രധാന ലക്ഷ്യം. കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് ആദ്യമായി ഈ ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ ആരംഭം. അപ്പം KPCCയാണ് ഇതിൻ്റെ നേതൃത്വം നൽകിയത്. KPCC പ്രമുഖ വ്യക്തികളാണ് K കേളപ്പൻ, AKG, P കൃഷ്ണപിള്ള, മന്നത്ത് പത്മനാഭൻ, സുബ്രഹ്മണ്യൻ തിരുമുമ്പ്. K കേളപ്പനാണ് പ്രമുഖ നേതാവ്. വോളണ്ടിയർ ക്യാപ്റ്റൻ ആരാന്ന് ചോദിച്ചാൽ AKG. വോളണ്ടിയർ ക്യാപ്റ്റൻ AKG. P കൃഷ്ണപിള്ള. ഗുരുവായൂർ ക്ഷേത്രത്തിൽ മണി അടിച്ച അബ്രാഹ്മണൻ ആരാന്ന് വെച്ചാൽ P കൃഷ്ണപിള്ള. മന്നത്ത് പത്മനാഭൻ പ്രമുഖ നേതാവായിരുന്നു. പ്രമുഖ നേതാവായിരുന്നു. സുബ്രഹ്മണ്യൻ തിരുമുമ്പ്. അടുത്തതായി സുബ്രഹ്മണ്യൻ തിരുമുമ്പായിരുന്നു മറ്റൊരു പ്രമുഖ നേതാവ്. പാടുന്ന പടവാൾ എന്നറിയപ്പെടുന്നത് സുബ്രഹ്മണ്യൻ തിരുമുമ്പിനെയാണ്. പാടുന്ന പടവാൾ സുബ്രഹ്മണ്യൻ തിരുമുമ്പ്. അപ്പോൾ ആരൊക്കെയാണ് ഗുരുവായൂർ ക്ഷേത്രത്തിലെ പ്രമുഖ നേതാക്കൾ? K കേളപ്പൻ, AKG,
പി കൃഷ്ണപിള്ള, മന്നത്ത് പത്മനാഭൻ, സുബ്രഹ്മണ്യൻ തിരുമുമ്പ്. 1932 സെപ്റ്റംബർ 21 പ്രത്യേകത. ഇപ്പോൾ ഗുരുവായൂർ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട് 1932 സെപ്റ്റംബർ 21. അപ്പോൾ ഈ 32 സെപ്റ്റംബർ 21 നിരാഹാരം അനുഷ്ഠിച്ചത്. ആരാണ് ഗുരുവായൂർ ക്ഷേത്രവുമായി സമരമായി ബന്ധപ്പെട്ട് നിരാഹാരം അനുഷ്ഠിച്ചത് എന്ന് ചോദിച്ചാൽ കെ കേളപ്പൻ. അപ്പം കെ കേളപ്പൻ മരണം വരെ നിരാഹാരം ആരംഭിച്ചു. 1932 സെപ്റ്റംബർ 21 കെ കേളപ്പൻ മരണം വരെ നിരാഹാരം ആരംഭിച്ചു. 1932 സെപ്റ്റംബർ 21 1932 സെപ്റ്റംബർ 21 നിരാഹാരം ആരംഭിച്ച വ്യക്തിയാണ് കെ കേളപ്പൻ. അപ്പം മരണം വരെ നിരാഹാരം ആരംഭിച്ചപ്പോൾ ഒരാളുടെ അഭ്യർത്ഥനയെ തുടർന്ന് ഈ നിരാഹാരം 12 ദിവസങ്ങൾക്ക് ശേഷം കേളപ്പൻ അവസാനിപ്പിച്ചു. ആരിടപെടൽ എന്ന് ചോദിച്ചാൽ ഗാന്ധിജി. അപ്പം ഗാന്ധിജി ഇടപെട്ടതിനെ തുടർന്ന്, ഗാന്ധിജിയുടെ അഭ്യർത്ഥനയെ തുടർന്ന് കെ കേളപ്പൻ നിരാഹാരം 12 ദിവസങ്ങൾക്ക് ശേഷം 1932 ഒക്ടോബർ 2 കേളപ്പൻ ഉപവാസം അവസാനിപ്പിച്ചു. ഇപ്പോൾ PSC ചോദിച്ച ഡേറ്റാണ്. ആരാണ് ഗുരുവായൂർ സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ട് നിരാഹാരം അനുഷ്ഠിച്ച വ്യക്തി? കെ കേളപ്പൻ. ഈ വർഷം ചോദിച്ചിട്ടുണ്ട്, ഫുൾ ഡേറ്റ് പഠിക്കണം. 1932 സെപ്റ്റംബർ 21 ആരംഭിച്ചു, 1932 ഒക്ടോബർ 2 അവസാനിച്ചു. ആരുടെ നിർദ്ദേശപ്രകാരം? ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരമാണ് കെ കേളപ്പൻ നിരാഹാരം അവസാനിപ്പിച്ചത്. 1932 സെപ്റ്റംബർ 21 ആരംഭിച്ചത്. 1932 സെപ്റ്റംബർ 21 ആരംഭിച്ചു, 1932 ഒക്ടോബർ 2 അവസാനിപ്പിച്ചു. 1932 ഒക്ടോബർ 2 ഗാന്ധി ജയന്തിയാണ് ഒക്ടോബർ 2. ആ ഒക്ടോബർ 2 അവസാനിപ്പിച്ചു. 1932 സെപ്റ്റംബർ 1 ആരംഭിച്ചു, 1932 ഒക്ടോബർ 2 അവസാനിച്ചു. 12 ദിവസമാണ് കേളപ്പൻ നിരാഹാരം അനുഷ്ഠിച്ചത്. പൊന്നാനി താലൂക്കുമായിട്ട് ബന്ധപ്പെട്ട് ഒരു സംഭവം നടന്നു. അപ്പം ഗുരുവായൂർ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് ഒരു ഹിതപരിശോധന നടത്തി. അപ്പോൾ ഹിതപരിശോധന നടത്തി പൊന്നാനി താലൂക്കിൽ. അപ്പോൾ ഗുരുവായൂർ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് ഹിതപരിശോധന നടത്തിയത് എവിടെ? പൊന്നാനി താലൂക്കിലെ സവർണ ഹിന്ദുക്കളുടെ ഇടയിൽ ഹിതപരിശോധന നടത്തി. ഇതിൽ 77% പേരും ക്ഷേത്രപ്രവേശനത്തിന് അനുകൂലമായി വോട്ട് ചെയ്തു. അപ്പോൾ 77% പേരാണ് ഹിതപരിശോധനയിൽ, പൊന്നാനി താലൂക്കിൽ നടന്ന ഹിതപരിശോധനയിൽ വോട്ട് ചെയ്തത്. 77% പേരും ക്ഷേത്രപ്രവേശനത്തിന് അനുകൂലമായി വോട്ട് ചെയ്തു. 77. അപ്പോൾ ഗുരുവായൂർ സത്യാഗ്രഹം ഉടനടി ക്ഷേത്രപ്രവേശനം സാധ്യമാക്കിയില്ലെങ്കിലും, ഉടനടി സാധ്യമായില്ല. കേരളത്തിലെ ഐത്തോച്ചാടന ചരിത്രത്തിൽ വലിയ മാറ്റങ്ങൾക്ക് പക്ഷേ ഗുരുവായൂർ സത്യാഗ്രഹം വഴിതെളിച്ചു. അപ്പോൾ ഗുരുവായൂർ സത്യാഗ്രഹം ഉടനടി പെട്ടെന്ന് തന്നെ ഒരു റിസൾട്ട് ഉണ്ടായിട്ടില്ല. കേരളത്തിൽ ഐത്തോച്ചാടന ചരിത്രത്തിൽ വലിയ മാറ്റങ്ങൾക്ക് പക്ഷേ ഇത് വഴിതെളിച്ചു. ഇത് പിന്നീട് 1936 ചരിത്ര പ്രസിദ്ധമായ ക്ഷേത്രപ്രവേശന വിളംബരത്തിന് വലിയ പ്രചോദനമായി. അപ്പോൾ ഗുരുവായൂർ സത്യാഗ്രഹമൊക്കെ കാരണമാണ് 1936 ക്ഷേത്രപ്രവേശന വിളംബരത്തിന് വലിയ പ്രചോദനമായത്. ഒടുവിൽ 1947 ജൂൺ 2 ഗുരുവായൂർ ക്ഷേത്രം എല്ലാവർക്കുമായി തുറന്നു കൊടുത്തത്. 1947 ജൂൺ 2. അപ്പോൾ 1947 ജൂൺ 2 ഗുരുവായൂർ ക്ഷേത്രം എല്ലാവർക്കുമായി തുറന്നു കൊടുത്തു. 1947 ജൂൺ 2. 1936 ക്ഷേത്രപ്രവേശന വിളംബരത്തിനും 1947 ജൂൺ 2 ഗുരുവായൂർ ക്ഷേത്രം എല്ലാവർക്കുമായി തുറന്നു കൊടുക്കാനും ഈ ഗുരുവായൂർ സത്യാഗ്രഹം കാരണമായി. ഇപ്പോൾ ഗുരുവായൂർ സത്യാഗ്രഹം 1931-32 കാലഘട്ടത്തിലാണ് നടന്നത്. KPCC ആണ് ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത്. 1931 നവംബർ 1 ആരംഭിച്ചത്. കെ കേളപ്പൻ, AKG, പി കൃഷ്ണപിള്ള, മന്നത്ത് പത്മനാഭൻ, സുബ്രഹ്മണ്യൻ തിരുമുമ്പ് ഇവരാണ് നേതൃത്വം നൽകിയത്. കെ കേളപ്പനാണ് പ്രമുഖ നേതാവ്, AKG ആണ് വോളണ്ടിയർ ക്യാപ്റ്റൻ, പി കൃഷ്ണപിള്ളയാണ് മണിയടിച്ച അബ്രാഹ്മണൻ, മന്നത്ത് പത്മനാഭൻ പ്രമുഖ നേതാവാണ്, സുബ്രഹ്മണ്യൻ തിരുമുമ്പ് പാടുന്ന പടവാൾ എന്നറിയപ്പെടുന്നു. 1932 സെപ്റ്റംബർ 1 കെ കേളപ്പൻ നിരാഹാര സമരം ആരംഭിച്ചത്. 1932 ഒക്ടോബർ 2 നിരാഹാര സത്യാഗ്രഹം ഗാന്ധിജിയുടെ അഭ്യർത്ഥന മൂലം അവസാനിപ്പിച്ചത്. ഹിതപരിശോധനയിൽ എത്ര ശതമാനം വോട്ട് നേടാൻ നേടി? 77% ക്ഷേത്രപ്രവേശനത്തിന് പിന്തുണച്ചു. 77%. ഈ ഗുരുവായൂർ സത്യാഗ്രഹം 1936 ക്ഷേത്രപ്രവേശന വിളംബരത്തിനും 47 ജൂൺ 2 ഗുരുവായൂർ ക്ഷേത്രം എല്ലാവർക്കുമായി തുറന്നു കൊടുക്കാനും കാരണമായി.
കേരളത്തിലെ നവോത്ഥാന ചരിത്രത്തിലെ അടുത്തൊരു പ്രധാനപ്പെട്ട സമരമാണ് വൈക്കം സത്യാഗ്രഹം. വൈക്കം സത്യാഗ്രഹം നടന്നത് 1924-25 കാലഘട്ടത്തിലാണ്. 1924-25 കാലഘട്ടത്തിലാണ്. അയിത്തോച്ചാടനത്തിനും സഞ്ചാര സ്വാതന്ത്ര്യത്തിനുമായി ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ സംഘടിത സമരം. അപ്പം അയിത്തോച്ചാടനവും അയിത്തോച്ചാടനത്തിനും സഞ്ചാര സ്വാതന്ത്ര്യത്തിനുമായി ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ സംഘടിത സമരമായിരുന്നു ഇത്. അപ്പോൾ അയിത്തോച്ചാടനത്തിനും സഞ്ചാര സ്വാതന്ത്ര്യത്തിനുമായി ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ സംഘടിത സമരം. ഈ സമരത്തെക്കുറിച്ച് പ്രധാന വിവരങ്ങൾ പറയാം. വൈക്കം മഹാദേവ ക്ഷേത്രത്തിൽ ചുറ്റുമുള്ള പൊതുവഴികളിലൂടെ അധസ്ഥിത വിഭാഗക്കാർക്ക് സഞ്ചരിക്കാനുള്ള അവകാശം നേടിയെടുക്കാൻ വേണ്ടി, അപ്പോൾ വൈക്കം ക്ഷേത്രത്തിലെ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി നടന്ന സമരമാണിത്. 1924 മാർച്ച് 30 സത്യാഗ്രഹം ആരംഭിച്ചത്. 1924 മാർച്ച് 30 ആരംഭിച്ചു. 1924 മാർച്ച് 30 ഐക്യ സത്യാഗ്രഹം ആരംഭിച്ചത്. സഞ്ചാര സ്വാതന്ത്ര്യത്തിന് അയിത്തത്തിനുമെതിരെയാണ് നടന്നത്. 1924 മാർച്ച് 30 നടന്നത്. പ്രധാന നേതാക്കൾ: ടി കെ മാധവൻ. സമരത്തിൻ്റെ മുഖ്യ ആസൂത്രനാണ് ടി കെ മാധവൻ. സി കെ മാധവനാണ് ഐക്യ സത്യാഗ്രഹത്തിൻ്റെ പ്രമുഖ നേതാവ്. കെ കേളപ്പനല്ലിയോ ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ പ്രമുഖ നേതാവ്. അതുപോലെ വൈക്കം സത്യാഗ്രഹത്തിൻ്റെ പ്രമുഖ നേതാവാണ് ടി കെ മാധവൻ. കെ പി കേശവമേനോൻ സമരത്തിന് ആദ്യഘട്ടത്തിന് നേതൃത്വം നൽകിയാണ് കെ പി കേശവമേനോൻ. ഇപ്പം ടി കെ മാധവൻ, കെ പി കേശവമേനോൻ. ടി കെ മാധവനാണ് വൈക്കം സത്യാഗ്രഹത്തിൻ്റെ പ്രധാന നേതാവ്. കെ പി കേശവൻ മേനോനും ആദ്യഘട്ടത്തിൽ നേതൃത്വം നൽകി. സമരത്തിൻ്റെ ആദ്യഘട്ടത്തിൽ പ്രമുഖ നേതാവ് ടി കെ മാധവൻ. കെ കേളപ്പൻ സമരത്തിൻ്റെ മുൻനിര നേതാക്കളിൽ ഒരാളാണ് കെ കേളപ്പൻ. പ്രധാന നേതാവ് ടി കെ മാധവൻ. കെ പി കേശവമേനോനുണ്ട്, പിന്നെ കെ കേളപ്പനുണ്ട്. പ്രമുഖ നേതാവാണ് ടി കെ മാധവൻ. തമിഴ്നാട്ടിൽ നിന്നെത്തി ഈ വൈക്കം സത്യാഗ്രഹത്തിന് പിന്തുണ നൽകിയതാണ് ഇ വി രാമസ്വാമി നായ്ക്കർ. അപ്പം പെരിയോർ എന്ന പേരിൽ അറിയപ്പെടുന്ന നേതാവാണ് ഇ വി രാമസ്വാമി നായ്ക്കർ. സമരത്തിന് തമിഴ്നാട്ടിൽ നിന്നെത്തി പിന്തുണച്ച വ്യക്തിയാണ് ഇ വി രാമസ്വാമി നായ്ക്കർ. അപ്പം ടി കെ മാധവൻ പ്രധാന നേതാവ്, പിന്നെ കെ പി കേശവമേനോൻ, കെ കേളപ്പൻ, ഇ വി രാമസ്വാമി നായ്ക്കർ. ടി കെ മാധവൻ, കെ പി കേശവമേനോൻ, കെ കേളപ്പൻ, ഇ വി രാമസ്വാമി നായ്ക്കർ. മന്നത്ത് പത്മനാഭൻ ഈ വൈക്കം സത്യാഗ്രഹത്തെ തുടർന്ന് വൈക്കത്ത് നിന്നും തിരുവനന്തപുരത്തേക്ക് സവർണ ജാഥ എന്ന് പറയുന്ന ജാഥ സംഘടിപ്പിച്ചു. ആ സവർണ ജാഥയ്ക്ക് നേതൃത്വം നൽകിയത് മന്നത്ത് പത്മനാഭനാണ്. അപ്പോൾ സവർണ ജാഥ നയിച്ചു. സവർണ ജാഥ ആരുടെ നേതൃത്വത്തിലാണ്? മന്നത്ത് പത്മനാഭൻ. സവർണ ജാഥ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വൈക്കം സത്യാഗ്രഹം. അപ്പം സവർണ ജാഥ നയിച്ചു. സവർണ ജാഥ എവിടെ മുതൽ എവിടേക്കാണ്? വൈക്കത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് നടന്നതാണ് സവർണ ജാഥ. വൈക്കത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് 1924-25 വൈക്കം സത്യാഗ്രഹം നടന്നത്. 1924 മാർച്ച് 30 ആരംഭിച്ചത്. ടി കെ മാധവനാണ് പ്രമുഖ നേതാവ്. പിന്നെ ഉള്ള നേതാക്കളാണ് കെ പി കേശവമേനോൻ, കെ കേളപ്പൻ, തമിഴ്നാട്ടിൽ നിന്ന് പിന്തുണ അർപ്പിച്ച ഇ വി രാമസ്വാമി നായ്ക്കർ. പിന്നെ സവർണ ജാഥ ഈ വൈക്കം സത്യാഗ്രഹത്തെ തുടർന്ന് സംഘടിപ്പിച്ച പ്രമുഖ നേതാവാണ് മന്നത്ത് പത്മനാഭൻ. എവിടെ മുതൽ എവിടത്തേക്കാണ്? വൈക്കം മുതൽ തിരുവനന്തപുരത്താണ് സവർണ ജാഥ സംഘടിപ്പിച്ചത് മന്നത്ത് പത്മനാഭൻ്റെ നേതൃത്വത്തിൽ. അടുത്ത കുറച്ച് പേരാണ് കുഞ്ഞാപ്പി ബാഹുലേയൻ, ഗോവിന്ദ പണിക്കർ. ഈ കുഞ്ഞാപ്പി ബാഹുലേയൻ, ഗോവിന്ദ പണിക്കർ ഇവരാണ് ആദ്യമായി അറസ്റ്റ് വരിച്ച സത്യാഗ്രഹികൾ. ഇവരാണ് വൈക്കം സത്യാഗ്രഹത്തെ തുടർന്ന് ആദ്യമായിട്ട് അറസ്റ്റ് വരിച്ചത്. കുഞ്ഞാപ്പി ബാഹുലേയൻ, ഗോവിന്ദ പണിക്കർ ഇവരെന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഏത് സമരമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? വൈക്കം സത്യാഗ്രഹം. അപ്പോൾ കുഞ്ഞാപ്പി ബാഹുലേയൻ, ഗോവിന്ദ പണിക്കർ. 1925 എന്തോ പ്രത്യേകത. 25 ഗാന്ധിജി വൈക്കം സന്ദർശിക്കുകയും ശ്രീനാരായണ ഗുരുവുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയ ഈ വർഷമാണ് 1925. അപ്പോൾ വൈക്കം സന്ദർശിച്ചു, ശ്രീനാരായണ ഗുരുവുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയതും 1925. ഈ വൈക്കം സത്യാഗ്രഹത്തിന് ശ്രീനാരായണ ഗുരുവിൻ്റെ ഒരു പിന്തുണ. ഈ സത്യാഗ്രഹികൾക്ക് താമസിക്കാനായിട്ട് ഗുരു ഒരു മഠം വിട്ടുകൊടുത്തു. ശ്രീനാരായണ ഗുരു ഒരു മഠം തന്നെ വിട്ടുകൊടുത്തു. അപ്പോൾ 1925 ഗാന്ധിജി വൈക്കം സന്ദർശിക്കുന്നുണ്ട്. വൈക്കം സന്ദർശിക്കുന്നതോടൊപ്പം ശ്രീനാരായണ ഗുരുവിനെയും കാണുന്നുണ്ട്. ശ്രീനാരായണ ഗുരു ഒരു മഠം തന്നെ ഈ സത്യാഗ്രഹികൾക്ക് കൊടുക്കുന്നുണ്ട്.
അപ്പം 1924-25 ആരംഭിച്ചത്. 24 മാർച്ച് 30 ആരംഭിച്ചത്. ടി കെ മാധവൻ, കെ പി കേശവമേനോൻ, കെ കേളപ്പൻ, ഇ വി രാമസ്വാമി നായ്ക്കർ, മന്നത്ത് പത്മനാഭൻ സവർണ്ണ ജാഥ എന്ന് പറഞ്ഞ ജാഥ സംഘടിപ്പിച്ചു. വൈക്കത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക്. കുഞ്ഞാപ്പി ബാഹുലേൻ, ഗോവിന്ദ പണിക്കർ ആദ്യകാല നേതാക്കളായിരുന്നു. അവരെ അറസ്റ്റ് ചെയ്യപ്പെട്ടു. അപ്പോൾ വൈക്കം സത്യാഗ്രഹമായിട്ട് ബന്ധപ്പെട്ട ഇത്തരം കാര്യങ്ങളാണ് പ്രധാനപ്പെട്ടത്. പിന്നെ അകാലികളുണ്ട്. അകാലികൾ ഈ പഞ്ചാബിലെ ഒരു വിഭാഗം ആൾക്കാരാണ് അകാലികൾ. അകാലികളുടെ പിന്തുണയും ഈ വൈക്കം സത്യാഗ്രഹത്തിന് ലഭിച്ചു. പഞ്ചാബിലെ അകാലികളുടെ പിന്തുണ സത്യാഗ്രഹികൾക്ക് ഭക്ഷണം പാകം ചെയ്ത് നൽകാനായി പഞ്ചാബിൽ നിന്ന് അകാലികൾ എത്തിയിരുന്നു. അപ്പോൾ അകാലികളുടെ പിന്തുണ ലഭിച്ചു. ഭക്ഷണം പാചകം ചെയ്ത് നൽകാൻ അകാലികൾ സഹായിച്ചു. അകാലികൾ എവിടെയുള്ളവരാണ്? പഞ്ചാബിൽ നിന്നുള്ള അകാലികൾ സത്യാഗ്രഹികൾക്ക് ഭക്ഷണം വെച്ചു കൊടുത്തു. എത്ര ദിവസം സത്യാഗ്രഹം നീണ്ടു നിന്നു? 603 ദിവസം. 603 603 ദിവസം സത്യാഗ്രഹം നീണ്ടുനിന്നു. 603 ദിവസം സത്യാഗ്രഹം നീണ്ടുനിന്നു. 603 ദിവസം സത്യാഗ്രഹം. 1924 മാർച്ച് 30 ആരംഭിച്ചത്. 630 ദിവസം സത്യാഗ്രഹം നീണ്ടുനിന്നു. അപ്പോൾ 1924 മാർച്ച് 30 ആരംഭിച്ച ഈ വൈക്കം സത്യാഗ്രഹം 1925 നവംബർ 23 വരെ 603 ദിവസം നീണ്ടുനിന്നു. 1925 നവംബർ 23 വരെ. 1924 നവംബർ 30 ആരംഭിച്ചു. 1925 നവംബർ 23 വരെ അവസാനിച്ചു. 1924 മാർച്ച് 30 ആരംഭിച്ചു. 1925 നവംബർ 23 വരെ. 1924 മാർച്ച് 30 ആരംഭിച്ചു. 1924 മാർച്ച് 30 ആരംഭിച്ചു. എത്ര ദിവസം നീണ്ടുനിന്നു? 1925 നവംബർ 23 വരെ. 1925 നവംബർ 23 വരെ. എത്ര ദിവസം നീണ്ടുനിന്നു? 603 ദിവസം. 1924 മാർച്ച് 30 ആരംഭിച്ചു. 1925 നവംബർ 23 വരെ. 603 ദിവസം. ക്ഷേത്രത്തിൻ്റെ കിഴക്കേ നടയൊഴികെ വഴികൾ എല്ലാ വിഭാഗം ജനങ്ങൾക്കുമായിട്ട് തുറന്നു കൊടുത്തു. ഈ സമരത്തെ തുടർന്ന് ക്ഷേത്രത്തിൻ്റെ കിഴക്കേ നടയൊഴികെ എല്ലാ വഴികളും ജനങ്ങൾക്കായിട്ട് തുറന്നു കൊടുത്തു. ഈ സമരവും 1936 ക്ഷേത്രപ്രവേശന വിളംബരത്തിന് അടിത്തറയിട്ടു. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആൻസർ റിലേറ്റഡ് ഫാക്റ്റുമാണ് ഇന്നുകൂടെ പറയാം. ഒന്നുകൂടെ നമുക്ക് റിവിഷൻ ചെയ്യാം. ഈഴവ മെമ്മോറിയൽ ആരംഭിച്ചത് തിരുവിതാംകൂറിലാണ്. ഈഴവ മെമ്മോറിയൽ നേതൃത്വം നൽകിയത് ഡോക്ടർ പൽപ്പുവാണ്. 1896 സെപ്റ്റംബർ 3 ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കട്ടെ. ആർക്കാണ് സമർപ്പിച്ചത്? ശ്രീമൂലം തിരുനാളിനാണ്. എത്ര പേര് ഒപ്പിട്ടു? 13,776. രണ്ടാം ഈഴവ മെമ്മോറിയൽ ഏത് വർഷം? 1900. ആർക്കാണ് സമർപ്പിച്ചത്? കഴ്സൺ പ്രഭുവിന്. അടുത്ത വൈക്കം സത്യാഗ്രഹം 1924 മാർച്ച് 30 ആരംഭിച്ചത്. പ്രധാന നേതാക്കളാണ് ടി കെ മാധവൻ, കെ പി കേശവമേനോൻ, കെ കേളപ്പൻ, ഇ വി രാമസ്വാമി നായ്ക്കർ, മന്നത്ത് പത്മനാഭൻ. ടി കെ മാധവനാണ് വൈക്കം സത്യാഗ്രഹത്തിൻ്റെ പ്രമുഖ നേതാവ്. തമിഴ്നാട്ടിൽ നിന്ന് പിന്തുണ നൽകിയത് ഇ വി രാമസ്വാമി നായ്ക്കർ. സവർണജാഥ വൈക്കം സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. സവർണജാഥയ്ക്ക് നേതൃത്വം നൽകിയത് മന്നത്ത് പത്മനാഭൻ. വൈക്കത്ത് മുതൽ തിരുവനന്തപുരം വരെയാണ് മന്നത്ത് പത്മനാഭൻ സവർണജാഥ നയിച്ചത്. വൈക്കം സത്യാഗ്രഹമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു സവർണജാഥ. ആദ്യകാല നേതാക്കളാണ് കുഞ്ഞാപ്പി ബാഹുലേൻ, ഗോവിന്ദ പണിക്കർ. ഇവരെ അറസ്റ്റ് ചെയ്യപ്പെട്ടവരാണ് കുഞ്ഞാപ്പി ബാഹുലേൻ, ഗോവിന്ദ പണിക്കർ. അകാലികൾ ഏത് സമരമായിട്ട് ബന്ധപ്പെട്ട് വന്നതാണെന്ന് വെച്ചാൽ വൈക്കം സത്യാഗ്രഹമായിട്ട് ബന്ധപ്പെട്ട് ഭക്ഷണം പാചകം ചെയ്തുകൊണ്ടുവന്ന അകാലികൾ എവിടെയുള്ളവരാണെന്ന് വെച്ചാൽ പഞ്ചാബിൽ നിന്നുള്ള അകാലികളാണ്. എത്ര ദിവസം നീണ്ടുനിന്നു സമരം? 603 ദിവസമാണ് നീണ്ടുനിന്നത്. എന്നാണ് അവസാനിച്ചത്? 1925 നവംബർ 23 അവസാനിച്ചത്. അടുത്തത് പാലി സത്യാഗ്രഹം 1947-48 കാലഘട്ടമാണ്. 47 എന്നാണ് പറയുന്നത്. എറണാകുളം ജില്ലയിലെ ചേന്ദമംഗലത്താണ് ആരംഭിച്ചത്. സി അച്യുതമേനോൻ, ഇ കെ നായനാർ എന്നിവർ പ്രമുഖ നേതാക്കളായിരുന്നു. സി അച്യുതമേനോൻ, ഇ കെ നായനാർ. എ ജി വേലായുധൻ രക്തസാക്ഷിയായ നേതാവാണ്. പാലി സത്യാഗ്രഹത്തെ തുടർന്ന് എ ജി വേലായുധൻ. ആര്യ പള്ള പ്രമുഖ നേതാവായിരുന്നു. പിന്നെ ബ്രാഹ്മണ സ്ത്രീകളുടെ സാന്നിധ്യവും ഈ സമരത്തിലുണ്ടായിരുന്നു.
അടുത്തായി ഗുരുവായൂർ സത്യാഗ്രഹം 1931-32 കാലഘട്ടത്തിലാണ്. KPCC നേതൃത്വം നൽകി. 31 നവംബർ 1-നാണ് ആരംഭിച്ചത്. കെ കേളപ്പൻ, AKG, പി കൃഷ്ണപിള്ള, മന്നത്ത് പത്മനാഭൻ, സുബ്രഹ്മണ്യം തിരുമുമ്പ് എന്നിവരാണ് പ്രമുഖ നേതാക്കൾ. വോളണ്ടിയർ ക്യാപ്റ്റൻ ആരാന്ന് ചോദിച്ചാൽ AKG ആണ്. മണിയടിച്ച അബ്രാഹ്മണൻ പി കൃഷ്ണപിള്ളയാണ്. മന്നത്ത് പത്മനാഭൻ പ്രമുഖ നേതാവാണ്. പാടുന്ന പടവാൾ എന്നറിയപ്പെടുന്നത് സുബ്രഹ്മണ്യം തിരുമുമ്പാണ്. 1932 സെപ്റ്റംബർ 21-ന് കെ കേളപ്പൻ നിരാഹാരം ആരംഭിച്ചു. 1932 ഒക്ടോബർ 2-ന് ഗാന്ധിജിയുടെ അഭ്യർത്ഥന പ്രകാരം നിരാഹാരം അവസാനിപ്പിച്ചു. ഹിതപരിശോധന, പൊന്നാനി താലൂക്കിൽ നടന്ന ഹിതപരിശോധനയിൽ എത്ര ശതമാനം വോട്ട് ക്ഷേത്രപ്രവേശനത്തിന് അനുകൂലമായി നൽകി എന്ന് ചോദിച്ചാൽ 77%. ഇതേ തുടർന്ന് 1936 ക്ഷേത്രപ്രവേശനത്തിന് ഇതിൻ്റെ എഫക്റ്റ് ഉണ്ടായി. 1947 ജൂൺ 2-ന് ഗുരുവായൂർ ക്ഷേത്രം എല്ലാവർക്കും വേണ്ടി തുറന്നു കൊടുത്തു. അപ്പം നമുക്കൊന്നുകൂടെ ക്വസ്റ്റ്യൻ നോക്കാം. ചുവടെ നൽകിയിട്ടുള്ള സംഭവങ്ങളെ കാലകരണ ക്രമത്തിലാക്കുക. ഗുരുവായൂർ സത്യാഗ്രഹം 1931, ഈഴവ മെമ്മോറിയൽ 1896, പാലിയം സത്യാഗ്രഹം 1947, വൈക്കം സത്യാഗ്രഹം 1924. ഇനി അടുത്ത ക്ലാസ്സിൽ അടുത്ത ക്വസ്റ്റ്യനുമായിട്ട് എൻ്റെ ഡീറ്റെയിൽ എക്സ്പ്ലനേഷനുമായിട്ട് വരാം. നന്ദി, നമസ്കാരം.